രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അമ്മ എനിക്ക് കുറേ ജോലി തന്നു. ബാങ്കിൽ പോകണമായിരുന്നു, ഷോപ്പിങ്ങിന് പോകണമായിരുന്നു. അതിനിടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻറോൾമെൻറ്റ് ഉണ്ടായിരുന്നു. സോ അവനെയും കാണാൻ പറ്റി. എനിക്കാണെങ്കിൽ രാവിലെ എന്തോ ഇങ്ങനെ ഉറക്കം തൂങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. പക്ഷേ എന്നാലും അമ്മ എന്നെ കുത്തിപ്പൊക്കി ഇവിടെയൊക്കെ പോകണം, എന്തായാലും ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാങ്കിൽ വന്നു. ബാങ്കിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇതാണ് ഗൂഗിൾ, എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫ്രണ്ട്സ്. അവൻ എൻറോളായി. ഓൾ ദി ബെസ്റ്റ് ഗൂഗിൾ. ആൻഡ് ഞാൻ ആ സമയത്ത് കരുതി ഞാൻ ഇത്രയൊക്കെ പണിയെടുത്തല്ലോ, ഇനി കുറച്ച് ഷോപ്പിംഗ് കൂടെ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ കരുതി ആ ഒരു ടൈമിൽ ഞാൻ ഒരു മൂവി കാണാമെന്ന്. ആൻഡ് ഐഡൻറ്റിറ്റിയുടെ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. സോ ഞാൻ കാണാമെന്ന് കരുതിയത്. അങ്ങനെ മൂവി കാണാൻ വേണ്ടി പോയി. ഞാൻ ഒറ്റയ്ക്ക് മൂവി കാണാൻ വേണ്ടി പോകാറുണ്ട്. ഐ ഡോണ്ട് നോ വൈ. എനിക്കത് ഇഷ്ടമാണ് ഒറ്റയ്ക്ക് പോകുന്നത്. ഞാൻ എന്നിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി മൂവി കണ്ടു കഴിഞ്ഞിട്ട്, ഇത് ഒബ്രോണിൻ്റെ താഴെ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റാണ്. എനിക്ക് നൂഡിൽസ് ആസ് എൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നത് ഇഷ്ടമാണ്. പെന്നെ പാസ്തയൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കിങ്ങനെ മാഗി നൂഡിൽസ്, യിപ്പി നൂഡിൽസ് അത്ര വലിയ ഫാനല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊറിയൻ ബൗൾ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടാക്കാറുണ്ട്. പിന്നെ അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചില്ലേ, ചെറിയ ചെറിയ ഡബ്ബയായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകാൻ മതി. ടയേർഡാവാൻ ഞാൻ ഒരു പണി എടുത്തിട്ടില്ല, എന്നാലും വെറുതെ ടയേർഡാവുക. ഇതാണ് ഒബ്രോൺ. ആക്ച്വലി അവർ റെനോവേറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതേപോലത്തെ കുറച്ച് ബോസില്ലേ, H&Mൽ കിട്ടും. അവിടെ നിന്ന് ഞാനത് വാങ്ങിയിട്ട് ഇരിക്കുന്ന പിങ്ക് ഞാൻ വാങ്ങിയത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൽ നിന്ന് സാനിറ്റൈസറാണ്. സോ ഞാനത് എൻ്റെ ഈ ഒരു സാറ ബാഗിലോട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ എൻ്റെ ഫയലിലുണ്ട്. ഫയലും ഞാൻ H&Mൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഹോൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഓട്ടോ എടുത്ത് വീട്ടിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഭയങ്കര ടയേർഡായിരുന്നു. എനിക്ക് എന്തിനാണ് ഞാൻ ടയേർഡായിരുന്നത് പോലും എനിക്കറിയില്ല. പക്ഷെ ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്തു. ആൻഡ് എല്ലാവരും ഐഡൻറ്റിറ്റി മൂവി പോയി കാണുക. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് എൻ്റെ മേക്കപ്പ് ഓൺ പോയിൻ്റ് ആയിരുന്നു. ഓൺ പോയിൻ്റ് ഇൻ ദ സെൻസ് അത് കുറേയൊക്കെ പോയിട്ടുണ്ടായില്ല, അത് അങ്ങനെ തന്നെ നിന്നായിരുന്നു. സോ ബൈ.